ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തൊടിയിൽ നല്ലൊരു ചാരപ്പൂവൻ വാഴപ്പഴം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി ഞാനും അച്ഛനും കൂടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, വാഴ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പാർട്ടും അതിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ വാഴ. അതിൻ്റെ ഇല ആയിക്കോട്ടെ, ആ വാഴപ്പൂവായിക്കോട്ടെ, ഉള്ളിൽ നമ്മൾ വാഴപ്പിണ്ടിയുണ്ട്, അപ്പോൾ അത് നമ്മൾ കറി വയ്ക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ ഐറ്റവും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വാഴൻ്റെ കന്നാണ് നമ്മൾ നടുക. ഈ കന്നെന്ന് പറയുന്നത് വലിയ വാഴയുടെ ചോട്ടിൽ നിന്നും കിളിർത്ത് വരുന്ന 3-4 മാസം പ്രായമുള്ള സൂചി കന്നുകളുണ്ടാവും. അത് ശേഖരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നടുന്നത്. കേരളത്തിൽ ഇത് നടുന്ന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് വളപ്രയോഗം 1 മാസത്തിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നട്ടതിന് ശേഷം കാലിവളമോ കമ്പോസ്റ്റോ പച്ചിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. വാഴപ്പഴത്തിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ എ, B6, വൈറ്റമിൻ സി, മാംസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാഴപ്പഴത്തിൽ കാണപ്പെടുന്ന കറുത്ത തരികൾ പൂർണ്ണമായും വിത്തുകളാവാത്ത അണ്ടങ്ങളുടെ ശേഷിപ്പുകളാണ്. അതേപോലെ തന്നെ വാഴക്കൂമ്പിൻ്റെ മൂത്ത പോളകൾ എടുത്തു മാറ്റിയാൽ മൂപ്പെത്താത്ത പോളകൾ കാണാം. ആ വാഴപ്പിണ്ടി പോലെ ഇതും ഭക്ഷ്യയോഗ്യമായതാണ്. ഇവ കൂട്ടി അരിഞ്ഞുണ്ടാക്കുന്ന തോരൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വാഴപ്പോളയോട് ചേർന്നുള്ള ഉണങ്ങിയ നാര് നമ്മൾ താൽക്കാലിക ആവശ്യത്തിന് കയറിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വാഴയില അതുപോലെ തന്നെ വാഴയുടെ കൂമ്പിലയുടെ അഗ്രഭാഗം വിരിയാതെ പുറത്തു വരികയും കൂമ്പിലെ വെള്ള നിറമായി മാറുകയും ചെയ്യുന്ന ഒരു രോഗമുണ്ട്. അത് ഇതിന് മെയിനായിട്ട് വരാൻ സാധ്യതയുണ്ട്. വെള്ളക്കൂമ്പ് രോഗം എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിന് വേറെ രോഗങ്ങൾ എന്ന് പറയുന്നത് ഇലപ്പുള്ളി രോഗം, കൊക്കാൻ രോഗം, പനാമ വാട്ടം എന്നിവയൊക്കെ ഈ വാഴനെ ബാധിക്കുന്ന ഓരോ രോഗങ്ങളാണ് കേട്ടോ. ഈ വാഴപ്പൂവൊക്കെ നമുക്ക് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല തേങ്ങയൊക്കെ ചിരവിയിട്ടിട്ട് അടിപൊളിയായിട്ട് ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഐറ്റം ആകുമ്പോൾ അതിന് ടേസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് കൂടും. പിന്നെ നമ്മൾ വേറെ കെമിക്കൽസോ രാസവളങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു കൃഷി നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു നമുക്കൊരു ഫീലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.